നീറ്റ് 2026 എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എല്ലാവരും അന്വേഷിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്തായിരിക്കും എന്നുള്ളത്. എനിക്കറിയാം എക്സാം ഹാളിൽ നന്നായിട്ട് പെർഫോം ചെയ്തവരൊക്കെ ഇപ്പോൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി വരുമ്പോൾ ചെറിയ ചെറിയ സില്ലി മിസ്റ്റേക്ക് ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. എങ്കിലും ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് പറയുന്ന വിഡ്ബിയിൽ എത്രയാണ് റേഞ്ച് എന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ഫിസിക്സിൽ ഒരു എല്ലാവർക്കും ഇൻ ദ റേഞ്ച് ഓഫ് ഒരു 38-39 ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അത്യാവശ്യം നന്നായി പഠിച്ചവർക്ക് 37-38 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് കെമിസ്ട്രിയിൽ ഒരു 40 ക്വസ്റ്റ്യൻസ് എന്തായാലും 42 ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഒരു 360 ഒരു 350, 345, 350 റേഞ്ചിൽ എല്ലാവർക്കും സ്കോർ ചെയ്യാം, മെജോറിറ്റി ആളുകൾക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ റേഞ്ചിലായിരിക്കും. വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് 650-660 റേഞ്ചിലേക്കായിരിക്കും. ജനറൽ മെറിറ്റിൽ MBBS എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു കട്ട് ഓഫ് വരിക ഒരു 660, 650, 660, 670 വരെയൊക്കെ. ചിലപ്പം കഴിഞ്ഞ പ്രാവശ്യം എക്സാം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഒരുപാട് നന്നായി പ്രിപ്പയർ ചെയ്ത ആളുകൾ ഉണ്ടാകും. അത്രയും ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന ഒരു 660 ആ റേഞ്ചിലേക്കായിരിക്കും വരാൻ സാധ്യതയുള്ളത്. ഇനി എല്ലാവരുടെയും ഇതൊരു ഫസ്റ്റ് റൗണ്ട് ഞാൻ അനാലിസിസിൽ പറഞ്ഞതാണ്. ഇനി എല്ലാവരുടെയും മാർക്ക് വന്നു കഴിയുമ്പോൾ ആ റേഞ്ച് വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓരോ റേഞ്ചിൽ വരുന്നതനുസരിച്ച് എക്സാക്ട് എക്സ്പെക്ടഡ് സ്കോറുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് നീറ്റ് ആ ഒരു പഴയ ലെവലിലേക്ക് തന്നെ ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം അത് ഈ പറയുന്ന പോലെ വളരെ ഇപ്പം ആളുകൾക്ക് വളരെ കോൺഫിഡൻസ് നൽകുന്നതാണ് ഇനിയും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയും കയറി വരാൻ വേണ്ടിയും. സൈലത്തിൽ DPP പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു ചോദ്യവും വന്നിട്ടില്ല. DPPയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അത് നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതൊരു 10 തവണയെങ്കിലും റിവൈസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈസി എക്സാം ആയിട്ട് തന്നെ മാറുകയുള്ളൂ. അപ്പം അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് സൈലം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പം വിചാരിച്ച കട്ട് ഓഫിലേക്ക് എത്താത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളിനി ഒരു തവണയും കൂടെ ട്രൈ ചെയ്യണമെന്നുള്ള കോൺഫിഡൻ്റ് ആയിട്ട് ബേസ് ഒക്കെ സെറ്റ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ മെയ് 15 നമ്മുടെ ആദ്യ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ് നീറ്റിന് വേണ്ടിയുള്ളത്. നിങ്ങൾക്ക് 6009-100-300 എന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. സൈലത്തിലെ എല്ലാ ഫാക്കൽറ്റീസും ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് നിങ്ങളോടൊപ്പം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങ് കയറിപ്പോര്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത റിപ്പീറ്റർ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി സൈലത്തിലെ 2 ബാച്ചസ് ഉണ്ട്, ധീര ബാച്ച് ആൻഡ് വീര ബാച്ച്. ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സമാധാനപരമായിട്ടിരിക്കുക. കുറേ നാൾ പഠിച്ചതാണ്. ഒരു 1-2 ദിവസം നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് ഇനി പഠിക്കാൻ തുടങ്ങുന്നവർ, ഇനി റിപ്പീറ്റ് ചെയ്യുന്നവർ, ഇപ്പോൾ +2 കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഡിസിഷൻ എടുക്കുക. ഇനി റിപ്പീറ്റേഴ്സിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കട്ട് ഓഫ് വരെ വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ സമാധാനമായിട്ട് 1 or 2 വീക്ക് ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ എന്താണോ എന്നുള്ളത് ഒരു സോളിഡ് ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോവുക. എല്ലാത്തിനും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.